ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഞാൻ രാവിലെ വീട്ടിലോട്ട് കാളൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ അരിഞ്ഞ് അരച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് എന്നാൽ പിന്നെ ഒരു വീഡിയോ കൂടി എടുത്താൽ എന്താണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് ചൂടാവാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ അരച്ച് വെച്ച തേങ്ങ ഞാൻ ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറിയുള്ളി ഇല്ലെങ്കിൽ ഞാൻ സവാള ഇട്ടിട്ടാണ് അരച്ചത്. എല്ലാം കൂടി ഇട്ടൊന്ന് അരച്ച് നന്നായിട്ട് മഷി പോലെ അരച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് കാളൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി കുറച്ച് സവാളയോ ചെറിയുള്ളിയോ കുറച്ച് അരിഞ്ഞ് ബാക്കി മാറ്റി വയ്ക്കുക. നമുക്കത് താളിക്കാൻ വേണ്ടിയിട്ടാണ്. കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ വേപ്പിലയും കൂടെ വേണം. പിന്നെ കുറച്ച് ചുമന്ന മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വറ്റൽമുളക് വേണം. പിന്നെ കഷ്ണങ്ങളായിട്ട് നമുക്ക് ചേനയോ കായോ ഒക്കെ ഇടാം. എനിക്ക് ചേന കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കായ ഇട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാലായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കടുകിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ള് നമ്മുടെ ഉലുവയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ വേറെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഒരു ഇച്ചിരി ഉലുവയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് രണ്ടും കൂടെ പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. കഥ പറയുന്ന പോലെയല്ലേ. രണ്ടും കൂടെ പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു 2-3 വറ്റൽമുളക് അതിലോട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വച്ചേക്കുന്ന കുഞ്ഞുള്ളി ആണെങ്കിലും അതോ സവാളയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സവാളയാണല്ലോ ഉപയോഗിക്കുന്നത്, അപ്പം ഞാൻ സവാളയും കൂടെ കുറച്ച് അതിലോട്ട് ഇടുകയാണ്. അത് കഴിഞ്ഞ് വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ കായ വേവിച്ച് വെച്ചേക്കുന്നതിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാട്ടോ വേവിച്ചേക്കുന്നത്. പിന്നെ പച്ചമുളക് നമ്മൾ വേറെ സെപ്പറേറ്റ് ചേർക്കുന്നില്ല. നമുക്ക് വേണ്ടത്ര എരിവിനുള്ളത് തേങ്ങയുടെ കൂടെ അരച്ചെടുത്താൽ മതി. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ സവാളയും വറ്റൽമുളകും വേപ്പിലയും കടുകും ഉലുവയും കൂടി ഇട്ട കൂട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരണം. നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ അതിലോട്ട് നമുക്ക് അതിൻ്റെ മിക്സ് ഒഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കായൊക്കെ വേവിച്ച് വെച്ചേക്കുന്നതിൽ ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി വേണ്ട കുറച്ച് ആവശ്യത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ തേങ്ങയുടെ മിക്സ് നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴേക്കും, ഭയങ്കരമായിട്ട് മൊരിയണ്ട, എന്നാലും നന്നായിട്ട് വഴന്ന് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് തേങ്ങയുടെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് തേങ്ങയുടെ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി നേരത്തെ നമ്മൾ കായ വേവിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് കായ ഇപ്പം ആഡ് ചെയ്യണ്ട. തേങ്ങയുടെ ഇത് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ടത് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യുക. അത് നന്നായിട്ട് വേവണ വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കൂട്ടുകാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും കേരളത്തിൽ ഫുൾ ഉള്ളതല്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ പുളിശ്ശേരിയാണ്. അതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഞാനതൊരു വീഡിയോ ആയിട്ട് കിടന്നോട്ടെ, അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്തത്. കഴിഞ്ഞ് നമ്മുടെ ഈ കൂട്ട് നന്നായിട്ട് തിളച്ച് ആ വെള്ളമൊക്കെ വറ്റി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ വേവിച്ച് വെച്ചേക്കണ കായ അതിലോട്ട് ആഡ് ചെയ്യാം. ഉപ്പ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. എനിക്ക് കുറച്ചുകൂടി ഉപ്പ് വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് നേരത്തെ ആഡ് ചെയ്തത്. നമ്മുടെ ഈ കായ ഇട്ടിട്ട് അധികം ഇനി വേവേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കായ ഓൾറെഡി വേവിച്ച് വച്ചേക്കുന്നതാണ്. കായ എന്ന് പറഞ്ഞാൽ പച്ചക്കായ കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പം അത് കുറച്ചൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ കുറുകും. കറി കുറച്ചും കൂടെ കുറുകി കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ച്, ഇനി നമ്മൾ തിളപ്പിക്കത്തില്ല. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇനി നല്ല പുളിയുള്ള കട്ടത്തൈര് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ബാംഗ്ലൂർ പുളിയുള്ള തൈര് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ തൈര് കൊണ്ടുവരിക ചെയ്യാറ്. അപ്പോൾ തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോഴേക്കും പിന്നെ തൈര് ഒഴിച്ചതുകൊണ്ട് ഒരിച്ചിരി വെള്ളം പോലെ ആവും. ഇനി തൈര് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കൊമളകൾ വരുമ്പോഴേക്കും വേപ്പിലയിട്ട് നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട്, ഗ്യാസിൻ്റെ ഇറക്കി വയ്ക്കണ്ട, ഗ്യാസിൻ്റെ മുകളിൽ തന്നെ വയ്ക്കാം.
വേപ്പിലയിട്ട് ഗ്യാസിൻ്റെ മുകളിൽ തന്നെ അടച്ചങ്ങ് വയ്ക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് കുറുകി വരും. നമുക്ക് ഈ നന്നായിട്ട് കുറുകിയിട്ടാണ് കട്ടക്കാളൻ എന്നൊക്കെയാണ് പറയുന്നത്. നല്ല കട്ടിയായിരിക്കും കാളന്. ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മൾ അത് അങ്ങ് അടച്ചു വെക്കുവാണ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയുക. നമ്മുടെ ഇവിടെയൊക്കെ തൃശ്ശൂർ, എറണാകുളം, കോട്ടയം സൈഡിലൊക്കെ സദ്യയ്ക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ എത്ര കട്ടിയായിട്ടാ കാളിനിരിക്കുന്നത്. അത് കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.